സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ ആരാധകവൃത്തം തന്നെ സ്വന്തമായുള്ള വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. സ്വന്തം സ്ഥാപനത്തെ പരസ്യത്തിൽ നിന്നും മുക്തനാക്കി സ്വയം ബ്രാൻഡായി മാറുന്ന തന്ത്രമാണ് ഇക്കാലം അത്രയും ബോബി ചെമ്മണ്ണൂർ പയറ്റിയത്. അതൊരു പരിധിവരെ വലിയ വിജയമാവുകയും ചെയ്തിരുന്നു. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളുടെ പങ്കാളിത്തം തന്നെ അതിന് ഉദാഹരണമാണ്. എന്നാൽ ഈ ഫെയിമിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ വന്ന ചില പാളിച്ചകളാണ് ബോച്ചയ്ക്ക് വിനയാതെന്നാണ് കൂടുതൽ പേരും പറയുന്നത്. അതിലെ പ്രധാന കാര്യം ഇവിടെ ജനപിന്തുണയുള്ള വ്യക്തിയായിരുന്നിട്ട് കൂടി പൊതുപരിപാടികളിൽ പോലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. തുറന്നു പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരെ കുഴിയിൽ വീഴ്ത്തിയത് കൂടെയുള്ളവരോ സോഷ്യൽ മീഡിയയോ ഹണി റോസ് പോലുമല്ല, അദ്ദേഹത്തിൻ്റെ നാവ് തന്നെയാണ്. വികട സരസ്വതി വാഴുന്ന നാവെന്ന് നാം പണ്ട് മുതൽ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ ഇത് കൂടുതലായും പറഞ്ഞു കേട്ടത് ബോച്ചയെക്കുറിച്ചാണ്. ഒട്ടേറെ വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. പൊതുപരിപാടികളിൽ പറയുന്ന ഓരോ വാക്കുകളും സോഷ്യൽ മീഡിയയെ പോലും സൂക്ഷ്മം നിരീക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നതുമായിട്ടുള്ള പരാമർശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു വീഡിയോയിൽ കടക്കാരനോട് ദ്വയാർത്ഥം വെച്ച് പഴംപുരിയെക്കുറിച്ച് സംസാരിക്കുന്നതും അത് മനസ്സിലാക്കാതെ തന്നെ കടക്കാരൻ സാധാരണ രീതിയിൽ മറുപടി പറയുന്നതുമൊക്കെ മുൻപ് വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അന്ന് ബോച്ച ഫാൻസ് ചൂണ്ടിക്കാട്ടിയ കാര്യം ചിന്താഗതിയുടെ കുഴപ്പമാണെന്നാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തും അല്ലാത്ത വ്ലോഗുകളിലുമൊക്കെ ബോച്ച സമാനമായ രീതിയിൽ പ്രയോഗങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ പണി തന്നത് ഹണിയാണെന്ന് മാത്രം. ജ്വല്ലറി ഉദ്ഘാടന വേദിയിൽ പരസ്യമായ കുന്തി ദേവിയോട് ഹണിയെ ഉപമിച്ചപ്പോൾ മുതൽ വിവാദം ആളിക്കത്തിയിരുന്നു. എന്നാൽ ഇത് പിന്നീട് കെട്ടടങ്ങിയെങ്കിലും ബോച്ച ഹണിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വീണ്ടും വൈറലായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ കേസിലേക്ക് എത്തിച്ചത്. തുടർച്ചയായിട്ടുള്ള അധിക്ഷേപങ്ങളിലും പരാമർശങ്ങളുടെ പേരിലാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയത്. മേൽപ്പറഞ്ഞ ജ്വല്ലറി ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോയും ഹാജരാക്കിയിട്ടുണ്ട്.